ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഇഅ്തികാഫിന് നിയ്യത്ത് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാനിൽ, പരിശുദ്ധ വെള്ളിയാഴ്ച, പരിശുദ്ധമായ പള്ളിയിൽ ഒരുമിച്ച പോലെ സ്വർഗ്ഗത്തിൽ നാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് മർഹമത്ത് കൊടുക്കട്ടെ. റമളാനിൽ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുന്ന യഥാർത്ഥ റമളാന്റെ ഹക്ക് വീട്ടിയ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. നമ്മുടെ പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നവർ, നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുടുംബക്കാർ എല്ലാവരും ഖബറുകൾ അല്ലാഹു സ്വർഗത്തിന്റെ തോപ്പാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധ റമളാൻ 16 നമ്മൾ ഉള്ളത്. ആദ്യത്തെ പകുതി വളരെ പെട്ടെന്ന് നമ്മോട് യാത്രയായി. ഒരു 10-14 ദിവസം കൂടി മാത്രമേ നമുക്ക് അനർഘ നിമിഷങ്ങളുള്ളൂ. സുവർണാവസരങ്ങളാണ്. കിട്ടിയ അവസരങ്ങളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുക. അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയാതിരിക്കാൻ കാരണം ഖയ്യദത്തുക ദുനൂബുക, നമ്മുടെ ദോഷങ്ങളും തെറ്റുകളുമാണ് അവസരം മുതലാക്കാതിരിക്കാൻ ഒരു മനുഷ്യന് കാരണം. നല്ല നല്ല ദിവസങ്ങളും സമയങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും വേണ്ട വിധം ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം അവൻ ചെയ്തു പോകുന്ന ദോഷങ്ങളായിരിക്കും. രാത്രി തറാക്ക് തഹജ്ജുദ് മുടങ്ങിയാൽ അതിൻ്റെ കാരണം പകലിൽ ചെയ്ത് തെറ്റായിരിക്കും. ഇങ്ങനെ തറാവീഹ് മുടങ്ങുക, ജമാഅത്ത് നിസ്കാരം മുടങ്ങുക, ഇതിനൊക്കെ കാരണം അവർ ചെയ്യുന്ന തെറ്റുകൾ കാരണമായിരിക്കും. ആ തെറ്റുകൾ ആദ്യം വൃത്തിയാക്കണം. അതിനാണ് മഗ്ഫിറത്തിന്റെ, പാപമോചനത്തിന്റെ 10. ഇന്ന് 6 ദിവസമായി ഈ 10. ഇനി 4 ദിവസം കൂടിയുള്ളൂ. ഈ മഗ്ഫിറത്ത് ചോദിച്ച് വാങ്ങണം. റമദാൻ കഴിഞ്ഞാലും ദോഷങ്ങൾ പൊറുക്കപ്പെടാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് നാശമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയും താക്കീത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നാളെയാണ് റമളാൻ 17. ഇസ്ലാമിക ചരിത്രത്തിൽ ഐതിഹാസികമായ സംഭവമാണ് ബദർ യുദ്ധം. ബദർ യുദ്ധം റമളാൻ 17 ഇതുപോലെ ഒരു വെള്ളിയാഴ്ചയാണ് അരങ്ങേറിയത്. വെള്ളിയാഴ്ച AD 624 മാർച്ച് 13 ഹിജറ വർഷം 2 റമളാൻ 17 ഒരു വെള്ളിയാഴ്ചയാണ് ബദർ ഉണ്ടായത്. 1000-ഓളം വരുന്ന ശത്രുക്കളോട് കേവലം 313 സ്വഹാബികൾ നടത്തിയ യുദ്ധം അല്ലാഹു തആല പരിപൂർണ വിജയം കൊടുക്കുകയും ഇസ്ലാമിന്റെ നിലനിൽപ്പിന് തന്നെ ആധാരം ആ ബദറിലെ വിജയമായിരുന്നു. അതുകൊണ്ടാണ് ബദറുമായി വലിയ ബന്ധം മുസ്ലിമീങ്ങൾക്കുള്ളത്. ഈ ഒരു ബദരീങ്ങളുമായുള്ള ഒരു ആത്മീയ ബന്ധം നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ബദർ മസ്ജിദ് കാണാം. ഒരു ഉഹുദ് മസ്ജിദ് എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. പള്ളിന്റെ പേര് ബദർ മസ്ജിദ് ഉണ്ടാവും, മദ്രസന്റെ പേര് ബദരിയ മദ്രസ ഉണ്ടാവും. പക്ഷെ ഒരു ഉഹുദിയ, ഹന്തക്കിയ, തബൂക്കിയ, ഹുനൈനിയ എന്നൊക്കെ അപൂർവമാണ്. പഴയ കാലം മുതലൊക്കെ എന്തെങ്കിലും അടുങ്ങേറ് രൂപയ്ക്ക് എൻ്റെ അമ്മേന്ന് വിളിക്കണം, അത് ബദരീങ്ങളെ എന്ന് വിളിക്കും. നേരെ ഉഹുദീങ്ങളെ എന്നൊരു വിളി ഇല്ലല്ലോ. കാരണം ബദറുമായിട്ട് നമുക്കുണ്ടായ ഒരു അഭേദ്യമായ മാനസികമായ ബന്ധമാണത്. അത് കാരണവന്മാരായി നമുക്ക് പഠിപ്പിച്ചു തന്ന, പകർന്നു തന്നതുമാണ്. നമ്മുടെ മക്കൾക്കും നമ്മൾ ബദറിന്റെ ചരിത്രങ്ങളൊക്കെ കൈമാറണം. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ബദർ നമുക്ക് വലിയ സന്ദേശം നൽകുന്നുണ്ട്. ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ യുദ്ധം, UAE, കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, സൗദി അടക്കമുള്ള GCC രാജ്യങ്ങളിലൊക്കെ ഇറാൻ ബോംബ് വർഷിക്കും. അതൊക്കെ ബദറുമായി നമ്മൾ താരതമ്യപ്പെടുത്തി വായിക്കുകയാണെങ്കിൽ ആനുകാലികമായി വലിയ പാഠങ്ങൾ ബദറിൽ നമുക്കുണ്ട്. ബദർ കഴിഞ്ഞ ശേഷമാണ് ഉഹുദ് നടക്കുന്നത്. എത്ര വലിയ സന്നാഹങ്ങളും എത്ര വലിയ പ്രതീക്ഷകളുണ്ടെങ്കിൽ പോലും അള്ളാഹു വിജയം തന്നുകൊള്ളണമെന്നില്ല, പരാജയം കൂടി ഉണ്ടാകുമെന്ന് ഉഹുദ് നമ്മൾ പഠിപ്പിക്കുക. ബദറിൽ വിജയമാണെങ്കിൽ ഉഹുദിൽ പരാജയമാണ്. വിജയവും പരാജയവും വിജയം തന്നെയാണ്. പ്രത്യേകിച്ച് മുസ്ലിം സമുദായം, മുസ്ലിം സമൂഹങ്ങളൊക്കെ ഇന്ന് വലിയ പേടിയിലും ബേജാറിലൊക്കെയാണ്. ഇറാന്റെ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഇറാന്റെ ചെറുത്തുനിൽപ്പ്, ഇറാന്റെ ഡിഫൻസ് അല്ലെങ്കിൽ ഒഫൻസ് എന്താണെങ്കിലും അമേരിക്കയും ഇസ്രായേലും നരനായാട്ട് നടത്തി പാവപ്പെട്ട നിരപരാധികളെ കൊന്നൊടുക്കുമ്പോൾ സാമ്രാജ്യത്വ ശക്തികൾ, സാമ്രാജ്യത്വ കഴുകക്കണ്ണുകളോടുകൂടെ പാവപ്പെട്ട മുസ്ലിം രാജ്യങ്ങളെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാനും മുസ്ലിം രാജ്യങ്ങളുടെ മേൽക്കോയ്മയും അതിന്റെ ഉയർച്ചയും വളർച്ചയും മുരടിപ്പിച്ച് നശിപ്പിക്കുവാനുമുള്ള ഏറ്റവും വലിയ ശ്രമങ്ങളാണ് പാശ്ചാത്യ രാജ്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് ഇറാഖിനെ നശിപ്പിച്ചു, അഫ്ഗാനെ നശിപ്പിച്ചു, ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇറാനെയും നശിപ്പിച്ച് മുസ്ലിം രാജ്യങ്ങളെയൊക്കെ കൈപ്പിടിയിൽ ഒതുക്കുക. വെനിസ്വേല എന്ന് പറയുന്ന ഒരു വലിയ പരമാധികാര രാജ്യത്തിന്റെ പ്രസിഡന്റിന് അവിടുത്തെ കൊട്ടാരത്തിൽ പോയി, അയാളുടെ വീട്ടിൽ പോയി പൊക്കിക്കൊണ്ടുവന്ന ആ ഒരു ധാർഷ്ട്യവും ധിക്കാരവും അപലപിക്കാൻ പോലും ലോകത്താർക്കും മനസ്സില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
ഇറാൻ എന്ന് പറയുന്ന പരമാധികാര രാജ്യത്തിന്റെ പരമോന്നത നേതാവിന് അതിക്രൂരമായി കൊല ചെയ്യുമ്പോൾ, പ്രത്യേക മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിസാഹസികമായി കൊല ചെയ്യാൻ മാത്രമുള്ള നൈപുണ്യവും അവരുടെ ശക്തിയും അവരുടെ അറിവും അവരുടെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ചാരക്കണ്ണുകളും എത്രമേൽ വിസ്മയമാണെന്ന് ലോകത്തെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ ഇതിലൊന്നും വിശ്വാസികളായ മുസ്ലിമീങ്ങൾ നിരാശപ്പെടേണ്ടവരല്ല. ഇതിലൊന്നും മുസ്ലിമീങ്ങൾ നിരാശപ്പെട്ട് കഴിയേണ്ടവരുമല്ല. കാരണം നമ്മുടെ ലക്ഷ്യം ഈ ഭൗതികമായ വിജയമല്ല. എന്നാൽ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായമുണ്ടെങ്കിൽ എല്ലാം തകർക്കാൻ സാധിക്കുമെന്ന പാഠം കൂടി ബദർ നമുക്ക് നൽകുന്നുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 13,000-ഓളം വരുന്ന യുദ്ധവിമാനങ്ങൾ അമേരിക്കക്കുണ്ട്. 13,000 എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല. 13,000-ഓളം വരുന്ന യുദ്ധവിമാനങ്ങൾ, 11 നൂറുകണക്കിന് വിമാനങ്ങൾ വഹിക്കാൻ പറ്റിയ 11 വലിയ യുദ്ധവാഹിനി കപ്പലുകൾ ഒന്നുപോലും ഇന്ന് ആക്രമിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ അമേരിക്കയുടെ 13 ലക്ഷത്തോളം വരുന്ന സൈനികർ, 8 ലക്ഷത്തോളം വരുന്ന റിസർവ് സൈനികൾ, അതുപോലെ തന്നെ അമേരിക്കയുടെ കയ്യിൽ 5000-ഓളം വലിയ ടാങ്കുകൾ. ഇതിന്റെ പകുതിയുടെ പകുതി പോലും ഇറാന്റെ കയ്യിലില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ബദർ നമുക്ക് നൽകുന്ന പാഠം, ബദറിലേക്ക് പോകുമ്പോൾ മുത്തനബിതങ്ങളെ മുസ്ലിം സൈന്യത്തിന്റെ കൂടെ ആകെ 2 കുതിരകളേ ഉള്ളൂ. അന്നത്തെ ടാങ്ക് എന്ന് പറഞ്ഞാൽ കുതിരയാണ്, അന്നത്തെ സൈന്യത്തിന്റെ വണ്ടി എന്ന് പറഞ്ഞാൽ കുതിരയാണ്. മുസ്ലിമീങ്ങളെ കൂടെ 2 കുതിരകളേ ഉള്ളൂ. ശത്രുപക്ഷത്ത് 200 കുതിരകളാണ്. ആ മോയിൻകുട്ടി വൈദ്യരുടെ പാട്ടൊക്കെ പാടി അർത്ഥം വെക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ കൊടുക്കേണ്ട സന്ദേശമാണ്. ഇപ്പൊ ജുമാന്റെ മുമ്പ് നമുക്ക് സമയമല്ല. 200 കുതിരകളാണ് അപ്പുറത്തുള്ളത്, ഇവിടെ 2 കുതിരകൾ മാത്രമാണുള്ളത്. ഇനി ഒട്ടകങ്ങളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 700 ഒട്ടകമാണ് ശത്രുക്കളെ കയ്യിലുള്ളത്. 700 ഒട്ടകം. മുസ്ലിമീങ്ങളെ കയ്യിലുള്ളത് ആകെ 70 ഒട്ടക. 313 മുസ്ലിമീങ്ങൾക്ക് 70 ഒട്ടകം, 1000 ശത്രുക്കൾക്ക് 700 ഒട്ടകം. പിന്നെ ഓരോ യുദ്ധത്തിന് പോകുമ്പോൾ 10, 3, 5 ഒട്ടകത്തെ അർത്ഥങ്ങനെ തിന്നുകൊണ്ട് അവർ പോകുന്നത്. അടിച്ചു പൊളിച്ച് ചാർമാതിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ 2 കുതിരകൾ മാത്രം മുസ്ലിമീങ്ങൾക്ക്, 200 കുതിരകൾ മറുപക്ഷത്തിന്. അമേരിക്കയുടെ 13,000-ഓളം വരുന്ന യുദ്ധ വിമാനങ്ങളും 5000-ഓളം വരുന്ന ടാങ്കുകളും 13 ലക്ഷത്തോളം വരുന്ന പട്ടാളക്കാരും എത്രമേൽ വലിയ സന്നാഹങ്ങളുണ്ടെന്നറിഞ്ഞാലും ബദറിന്റെ പാഠം നോക്കുകയാണെങ്കിൽ മുസ്ലിമീങ്ങളെ കയ്യിലുള്ളത് ആകെ 8 വാളാണ്. നാളെയാണ് റമദാൻ 17 ബദർ യുദ്ധത്തിന് പോകുമ്പോൾ 8 വാള് മാത്രം, കേവലം 8 വാള്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് നമ്മളൊരു പാർട്ടി പരിപാടിക്ക് പോവുകയാണെങ്കിൽ 8 വാള് മതിയാവോ? 8 വാള് മതിയാവില്ല. നമ്മുടെ നാട്ടിൽ ചെറിയ അടിപിടിക്ക് പോവുകയാണെങ്കിൽ തന്നെ എല്ലാവരുടെ കയ്യിലും വാള് വേണം. എന്നാൽ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് ആധാരമായ ബദറിലേക്ക് റമദാൻ 17 ഒരു മാർച്ച് 13 മാസത്തിൽ പോകുന്ന സമയത്ത് മുത്തനബി തങ്ങളെ സൈന്യത്തിന്റെ കയ്യിൽ കേവലം 8 വാള് മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ട് അടിക്കുകയാണെങ്കിൽ പ്രതിരോധിക്കാൻ ഇന്നിപ്പം മിസൈലിനെ അല്ലെങ്കിൽ അവരുടെ റോക്കറ്റ് ആക്രമണങ്ങൾ, അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ആക്രമണങ്ങളെയൊക്കെ ചെറുക്കാനുള്ള സംവിധാനങ്ങൾ രാജ്യത്തുണ്ട്. അതിനാണ് പരിച എന്ന് പറയാം, അങ്കി. മുസ്ലിമീങ്ങളെ കയ്യിൽ ആകെ ഉള്ളത് വെറും 9 അങ്കികൾ മാത്രമാണ്. 1000-ഓളം ശത്രുക്കളോട് പട പൊരുതുമ്പോൾ 9 അങ്കികൾ മാത്രം. പക്ഷെ അള്ളാഹു സഹായിച്ചു. അതാണ് പരിശുദ്ധമായ ഖുർആൻ കൃത്യമായി പറയുന്നത്. ആ ആയത്താണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഓതി വെച്ചത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ആലു ഇമ്രാൻ സൂറത്ത് 123-ാം സൂക്തം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലഖദ് നസറകുമുല്ലാഹു ബിബദർ, അള്ളാഹു നിങ്ങളെ ബദറിൽ സഹായിച്ചു. വഅൻതും അദില്ല, നിങ്ങൾ നിസ്സാരരായിരുന്നു, നിന്യരായിരുന്നു, ഒന്നുമില്ലായിരുന്നു നിങ്ങളുടെ കയ്യിൽ. ഓ മുസ്ലിമീങ്ങളെ, നിങ്ങളെ കയ്യിൽ ഒരു ചുക്കുമില്ലായിരുന്നു. നിങ്ങൾ നിസ്സാരരായിരുന്നു, നിസ്സഹായരും ഒന്നുമില്ലാത്തവരായിരുന്നു. എന്നിട്ട് അള്ളാഹു സഹായിച്ചില്ലേ? ഖുർആൻ പറയാൻ, അതുകൊണ്ട് ഫത്തഖുല്ലാഹ ലഅല്ലകും തശ്കുറൂൻ, നിങ്ങൾക്ക് വേണ്ട തഖ്വയാണ്. ബാക്കി ഞാൻ നോക്കിക്കോളാം. സൂറത്ത് അൻഫാലിൽ പറയാ, ഇദ് യുഅശീകുമുൻ നുഅസ മനതൻ മിൻഹു വയനസ്സിലു മിനസ് സമാഇ മാ. നാളെ ബദർ യുദ്ധം നടക്കുമ്പോൾ തലേന്ന് നല്ല മഴ കൊടുത്തു, സ്വഹാബികൾ സുഖമായിട്ട് കടന്നുറങ്ങി. നാളെ യുദ്ധം ചെയ്യാൻ പോകും 1000 ശത്രുക്കളോട്. തലേന്ന് എങ്ങനെ ഉറങ്ങിയിട്ടുണ്ടാവുക? എങ്ങനെ ഉറക്കം വരിക? നമ്മളെ കുട്ടി ഐസിയൂര എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ അമ്മ ഐസിയൂര എന്ന് പറഞ്ഞാൽ, നമ്മളെ ഭാര്യ ലേബർ റൂമിലാണ്, നമുക്ക് ഉറക്കം വരുമോ? നാളെ യുദ്ധം ചെയ്യാൻ പോവുക, നാളെ കൊല്ലപ്പെടാൻ പോവുക. കാരണം സന്നാഹം നോക്കുകയാണെങ്കിൽ ഒന്നും മുസ്ലിമീങ്ങളെ കയ്യിലില്ല. എന്നിട്ട് നാളെ യുദ്ധം ചെയ്യാൻ പോണ സ്വഹാബികൾ റമദാൻ 16 അന്ന് രാത്രി സുഖമായിട്ട് കടന്നുറങ്ങി. അവരുടെ തവക്കുലാണ്. ഇന്നൊക്കെ കൈമുതൽ തക്കുവയാണ്. ഇപ്പോൾ നമ്മളെ ഫലസ്തീനിൽ 70,000-ഓളം ആളുകൾ കൊല്ലപ്പെട്ടു. അന്നൊന്നും നമ്മുടെ നാട്ടിൽ കുനൂത്ത് ഓതിയിട്ടില്ലല്ലോ നമ്മൾ. അന്ന് ഇവിടെ നമ്മളെ ഈമാനും തക്കുവയൊക്കെ. സിറിയയിൽ ലക്ഷക്കണക്കിന് ആൾ കൊല്ലപ്പെട്ടു. അന്ന് നമ്മൾ കുനൂത്തുമൊക്കെ ഒരു ചിന്ത നമുക്ക് പോയിട്ടില്ല. യമനിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു. അഫ്ഗാനിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കുടിയൊഴിക്കപ്പെട്ടു. അഫ്ഗാനിലും സിറിയയിലും യമനിലും 1000-ങ്ങളും 10,000-ങ്ങളും കൊല്ലപ്പെട്ടപ്പോൾ കുനൂത്തിനെ പറ്റിയോ നുളോത്സനെ പറ്റിയോ നമുക്കൊരു ചിന്തയില്ല. ദുബായിലും ഖത്തറും 2 മിസൈൽ വീണപ്പോൾ നമ്മൾ അടുക്കളയെ തന്നെ മുട്ടുമെന്ന ബോധം വന്നപ്പോൾ നുളോടിയും ദുആയും കുനൂത്തും ഒക്കെ നല്ലതാണ്. പണ്ഡിതന്മാർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്, ചെയ്യേണ്ടത് നല്ലത് തന്നെയാണ്. പക്ഷെ അതിന് മറുവശം ഞാൻ പറഞ്ഞത്,
അത് പരിശുദ്ധ ഖുർആന്റെ ഒരു ആയത്തുമായി ചേർത്ത് വായിക്കണം. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, സൂറത്ത് ഫുസ്സിലത്ത് 51-ാമത്തെ ആയത്ത് അല്ലാഹു തആല പറയാൻ, വൈദാ അൻഅംനാ അലൽ ഇൻസാൻ അഅറള വനാ ബിജാനിബി, മനുഷ്യന് സുഖം ഞാൻ കൊടുത്താൽ, വൈദാ അൻഅംനാ അലൽ ഇൻസാനി, മനുഷ്യൻ നിഅമത്തുകൾ കൊടുത്താൽ, സുഖങ്ങളും സന്തോഷങ്ങളും കൊടുത്താൽ അവർ സുഖലോലുപരായി അവർ സുഖിച്ചങ്ങനെ കഴിയും. അള്ളാഹു ഓർക്കൂല, അള്ളാഹുവിനെ പറ്റിയ ചിന്തയുണ്ടാവില്ല, ദൂർത്തടിച്ചുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് അവർ അന്തം വിട്ട് നടക്കും. എന്നിട്ടോ എന്തെങ്കിലും ഒരു ഇടങ്ങേറ് വരുമ്പോ നീട്ടി നുണച്ചു. ഇതാണ് മോശപ്പെട്ട സ്വഭാവത്തെ പറയണത്. മനുഷ്യരത്തെ നന്ദി കെട്ടവനാണ്. അവന് ഞാൻ അനുഗ്രഹങ്ങൾ ചെയ്താൽ, സുഖങ്ങളും ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്താൽ, എന്നെ പറ്റി ചിന്ത ഉണ്ടാവൂല, അള്ളാഹിനെ പറ്റി ഓർമ്മ ഉണ്ടാവൂല, അള്ളാഹുവിനെ ധിക്കരിച്ചും ദൂർത്തടിച്ചും ആർമാദിച്ചും നടക്കുന്നവര് എന്തെങ്കിലും ഒരു ഇടങ്ങേറ് ബുദ്ധിമുട്ടും വരുമ്പോ ഭയങ്കര കരച്ചിലായിരിക്കും. മോശപ്പെട്ട സ്വഭാവമാണ്. എപ്പോഴും റബ്ബിനെ കുറിച്ച് ഓർമ്മ വരണം. നമ്മുടെ കല്യാണങ്ങളൊക്കെ ധൂർത്തും പേക്കൂത്തുകളും ആർഭാടങ്ങളും ആഭാസങ്ങളുമായി മാറി. പ്രത്യേകിച്ച് മലയാളികളായ ഗൾഫുകാരെ പ്രവാസികളൊക്കെ റബ്ബിനെ മറക്കുന്ന രീതിയിലേക്ക് ധൂർത്തിന്റെ ലോകത്തേക്ക് പോയി. 2 മിസൈൽ വരുമ്പോൾ നാട്ടിലൊക്കെ നുളപ്പിക്കാൻ തോന്നണം, നല്ല തന്നെ. പക്ഷേ ഏറ്റവും കൂടുതൽ വ്യഭിചാരശാലകൾ ദുബായിലും ബഹ്റൈനിലുമുണ്ട്. ഏറ്റവും വലിയ മദ്യ വ്യവസായം ബഹ്റൈനിലാണ്, മുസ്ലിം രാജ്യമാണ്. ഏറ്റവും വൃത്തികെട്ട ഏറ്റവും ഫോൺ സൈറ്റുകളും ഏറ്റവും ഓപ്പൺ ആകുന്നത് മുസ്ലിം രാജ്യങ്ങളിലാണ്. ഏറ്റവും വൃത്തികെട്ട സ്പാ സെന്ററുകളും നിശാ ക്ലബുകളും ദുബായിലും ബഹ്റൈനിലുമാണ്. 100% മുസ്ലിമീങ്ങളുടെ രാജ്യമാണ്. അള്ളാഹുവിനെ മതിമറക്കുന്നു, സുഖിക്കുന്നു. കോൺക്രീറ്റ് കൊട്ടാരങ്ങളിൽ സുഖിക്കുന്നവരാണവര്. അപ്പൊ ഒന്നും ആർക്കും ബേജാറില്ല. പക്ഷേ ചെറിയൊരു ഇറാനുണ്ട്, ഒരു പ്രത്യാക്രമണം വന്നപ്പോഴേക്ക് പേടിച്ചു ബേജാറായി. നാട്ടിലും ബേജാറ്, പള്ളികളിലൊക്കെ കുനൂത്ത്. ഉസ്താദെ എന്താ നമ്മളെ വഴിയില്ലാത്തത്, മുരിയാരെ എന്തല്ലാത്ത ഒക്കെ വേണ്ടത് തന്നെയാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആലോചിക്കണം, നമുക്ക് സുഖം കുറഞ്ഞു പോയാൽ അപ്പം നമ്മൾ ബേജാറാവാണ്. ഫലസ്തീനിലെ ആയിരക്കണക്കായ പാവപ്പെട്ടവരെ കൊന്നൊടുക്കിയപ്പോൾ ഈ ഒരു ദുഃഖം നമുക്കില്ലായിരുന്നോ? അള്ളാഹുവിന്റെ ഖുർആൻ പറയട്ടെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കൃത്യമായി പറയുന്നുണ്ട്. സൂറത്ത് അൻആം 44-ാമത്തെ ആയത്ത്, അള്ളാഹുവിനെ മതിമറന്നാൽ, അള്ളാഹുവിനെ മതിമറന്നുകൊണ്ട് അള്ളാഹുവിന്റെ നിയമങ്ങൾ കാറ്റിപ്പറത്തിയിട്ട് അള്ളാഹുവിനെയും മുത്തുനബിതങ്ങളെയും മറന്ന് ജീവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പടച്ചോൻ പിടിക്കൂല. അള്ളാഹു തആല പറയുകയാണ്, എന്നെ മറന്നും എന്നെ ധിക്കരിച്ചും എന്റെ വിധിവിലക്കുകൾ കാത്തിൽ പറത്തി നിങ്ങൾ ജീവിച്ചാൽ പെട്ടെന്ന് ഞാൻ നിങ്ങൾക്ക് ശിക്ഷ തരൂല. മറിച്ചോ എല്ലാ നിരക്കുള്ള സുഖം ഞാൻ തരും, അനുഗ്രഹങ്ങൾ നീട്ടിത്തരും. കള്ള് കുടിച്ചാലും പെണ്ണ് പിടിച്ചാലും നിങ്ങൾക്ക് ഞാൻ സമ്പത്ത് വർദ്ധിപ്പിച്ചു തരും. യുഎഇയും ഖത്തറും അതുപോലെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ വർധനവിലാണ്, ഉയർച്ചയിലാണ്, പുരോഗതിയിലാണ്. ആകാശം മുട്ടി നിൽക്കുന്ന ബുർജ് ഖലീഫയെ പോലുള്ള ബിൽഡിങ്ങിനും അതിന് മത്സരത്തിലുമാണ്. അതിലും വലുത് ജിദ്ദയിൽ വരണം, അതിലും വലുത് ദോഹയിൽ വരണം. ഖുർആൻ പറയുന്നു, അള്ളാഹനെ മറന്നു കഴിഞ്ഞാൽ ഫതഹനാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ, നന്നായിട്ട് സുഖം കൊടുക്കും. ഖുർആൻ പറയാ അങ്ങനെ അവർ ആദ്യം മതിമറന്നുകൊണ്ട് ആർമാദിക്കുമ്പോ അങ്ങനെ ആർമാദിക്കുന്ന സമയത്ത് ലാസ്റ്റ് നിമിഷത്തിലാണ് ഒറ്റപ്പെടുത്തം ഞാൻ പിടിക്കുക. അപ്പൊ അവരെ മേപ്പോട്ട് നോക്കി നുളച്ചേണ്ടി വരും. അപ്പോൾ അവർ നിരാശരാകേണ്ടി വരും. ഖുർആന്റെ ആയത്താ. ഇതല്ലേ കൃത്യമായിട്ട് ലോകത്ത് നമ്മൾ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു പെട്ടെന്ന് പിടിക്കൂല. എല്ലാ സുഖവും സന്തോഷവും ഒക്കെ അവസാനിക്കാൻ പോകുന്ന കാലുണ്ട്, ഹദീസിലുള്ളതാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹുവിനെ മറക്കാതിരിക്കുക. നമ്മളെ യതീംഖാനയും പള്ളിയും മദ്രസകളൊക്കെ പ്രവാസികളെ കൊണ്ടാണ്. ഖുനൂത്തുകൾ ചൊല്ലുക, ദുആ ചെയ്യുക, പ്രത്യേകിച്ച് യുദ്ധത്തിന്റെ സമാധാനത്തിന് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു നമ്മുടെ പ്രവാസികളായ പാവപ്പെട്ട സഹോദരങ്ങൾക്ക് സമാധാനം അനുഗ്രഹിക്കുമാറാവട്ടെ. യുദ്ധം അള്ളാഹു പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള മനസ്സ് കൊടുക്കുമാറാവട്ടെ. അള്ളാഹു ശാന്തിയും സമാധാനവും നന്മയുടെയും അന്തരീക്ഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം നമ്മൾ റബ്ബിനെ ധിക്കരിക്കാതിരിക്കുക. ഒരു സെക്കൻഡ് മതി പറയപ്പെടും. ഒരു സെക്കൻഡുകൾ കൊണ്ട് കോലം മാറും, സെക്കൻഡുകളെ കൊണ്ട് കോലം മാറും. മലയാളികളിൽ 10-500 ആൾ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും നമ്മുടെ നാട്ടിലെ അവസ്ഥ? ഇതായിരിക്കും നമ്മൾ ഒരിക്കലും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഖുർആൻ പറയുന്നുണ്ട്, അള്ളാഹുവിനെ മറന്നാൽ അള്ളാഹ് ഇഷ്ടംപോലെ ഇങ്ങനെ നീട്ടിക്കൊടുക്കും, സുഖങ്ങൾ ഇങ്ങനെ നീട്ടിക്കൊടുക്കും.
അറബികൾക്ക് ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ്, കുറ്റപ്പെടുത്തല്ല. നമ്മൾ ചിന്തിക്കേണ്ടത് പരിശുദ്ധമായ ബദർ നമുക്ക് നൽകുന്ന പാഠം. ഖുർആൻ പറഞ്ഞത് അള്ളാഹു നിങ്ങളെ സഹായിച്ച് തഖ്വ കൊണ്ടാണ്. ഫത്തഖുല്ലാഹ്, തഖ്വ കൈവരിക്കണം. ഖുർആൻ പറയുന്നുണ്ട് വലാ തഹ്സനൂ വലാ തഹ്സനൂ. ആ യുദ്ധത്തെ പറ്റി പറയുമ്പോൾ അള്ളാഹ് പറഞ്ഞത് വലാ തഹ്നൂ വലാ തഹ്സനൂ, നിങ്ങൾ ഇടങ്ങേറാണ്ട, ദുഃഖിക്കണ്ട. കാരണം അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, ഈമാൻ ഉണ്ടെങ്കിൽ നിങ്ങളാണ് ഏറ്റവും ടോപ്പ്. അൻതുമുൽ അഅലൗൻ, നിങ്ങളാണ് ഏറ്റവും ഉന്നതർ. ഇൻ കുൻതും മുഅ്മിനീൻ, ഈമാൻ ഉണ്ടെങ്കിൽ ഏറ്റവും ഉന്നതർ. അതുകൊണ്ട് ഈമാൻ ഉണ്ടാക്കാൻ നോക്കുക. ആ ഇറാനികൾക്ക് അല്ലെങ്കിൽ ഫലസ്തീനികൾക്കുള്ള വിശ്വാസങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ നോക്കുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്, ആ ഫലസ്തീനികൾക്ക് നിരന്തരം മഴ വർഷിക്കുന്ന പോലെ മിസൈലുകളും ബോംബുകളും വർഷിച്ചിട്ടും അവര് കഴിഞ്ഞ പെരുന്നാളിന്റെ പടക്കം പൊട്ടിച്ച് ആനന്ദിക്കുന്ന വീഡിയോ കാണുമ്പോൾ, ഈ റമദാൻ 1 റമദാൻ കരീം എന്ന് പറഞ്ഞ് വരച്ച് ആനന്ദിക്കുന്നത് കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ആത്മധൈര്യം എത്രയാണ്. ഞങ്ങൾ ആലോചിച്ച് നോക്കുക, ഞങ്ങളുടെ നാടിൻ്റെ അടുത്ത് ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിക്ക് വേണ്ടി മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ അപ്പുറത്തെ പറമ്പ് ഒരു ചക്ക വീടപ്പൊക്കെ നീച്ചു വേണ്ടി പേടിച്ചു പോയി. സംഭവം ഒന്നുമില്ല, വലിയ ചക്ക വീണതാ. അപ്പൊ നമ്മൾ തമാശക്ക് പറയും ചെയ്തു, ഫലസ്തീനിന്റെ മക്കൾക്ക് നാളെ അങ്ങാടിയില് ഐക്യദാർഢ്യ പരിപാടി വെക്കാൻ വേണ്ടി കൂടെ യോഗമാണ്. അവിടെ അപ്പുറത്ത് ചക്ക വീണപ്പോൾ മണ്ടി നമ്മൾ അവരെത്ര വ്യത്യാസമുണ്ട്. അതാലോചിച്ച് നോക്കേണ്ടത്. നമുക്ക് സുഖങ്ങൾ വരാതിരിക്കുമ്പോ നമുക്ക് ടെൻഷൻ, പക്ഷേ ബദർ പാഠമാണ്. ഖുർആൻ പറയുന്നുണ്ട് അംഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, വെറുതെ സ്വർഗ്ഗത്തിൽ കയറി പറ്റാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബലികും, മുമ്പ് കഴിഞ്ഞു പോയ ആൾക്കാർക്ക് വന്ന ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് വരാതെ. സ്വഹാബത്ത് അനുഭവിച്ച വേദനകൾ എത്രയാ. ബദറിലേക്ക് പോകുമ്പോൾ നബിതങ്ങൾക്ക് വണ്ടിയില്ല. നബിതങ്ങൾക്കും അലിയാർക്കും അബൂലുബാബത്തും 3 ആൾക്കും ഒറ്റ ഒട്ടകം, ഒരു വണ്ടിയാ. ഒരു ബൈക്കുമ്പോൾ 3 ആൾ പോയാൽ അങ്ങനെ ഉണ്ടാവും. ബദർക്ക് പോകുകയാണത് 3 ആള് ഒരു വണ്ടിമേ. അവ 3 ആളും പാടെ പോയാൽ ബുദ്ധിമുട്ടാണ്, ഒട്ടകത്തിന് പ്രയാസമാണ്. അപ്പൊ ഒരാൾ മൂക്കാറ് പിടിക്കും, ഒരാൾ കയറും. നബി തങ്ങൾ പറഞ്ഞു ഇനി ഞാൻ ഇറങ്ങാം, നിങ്ങൾ കയറിക്കോളി. അപ്പൊ അവര് പറഞ്ഞു നബി നിങ്ങൾ റസൂലല്ലേ, നിങ്ങൾ കയറി. നബി തങ്ങൾ പറഞ്ഞു വേണ്ട, എനിക്കും വേണം കൂലിട്ടുക, നിങ്ങൾ ഇങ്ങനെ നടക്കുന്നിട്ട് ഞാൻ വണ്ടിയും വരും, ഓ പറ്റൂല. ഇതാണ് നബി തങ്ങളുടെ ഏറ്റവും വലിയ മാതൃക. ബദറിലേക്ക് പോകുന്ന സഹാബത്തിനെ നോക്കി നബി തങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നഹും മുറാത്തുൻ, പഠിച്ചോനെ വസ്ത്രം ധരിക്കാനില്ലാത്ത ആൾക്കാരാ എന്റെ കൂടെയുള്ളത്. വഹഫാത്തുൻ, ചെരുപ്പ് പോലും ധരിക്കാനില്ലാത്തവരാണ്, വസ്ത്രം പോലും ഒടുതിരിക്ക് മറുതുണിയില്ലാത്തവരാ, നീ സഹായിക്കണേ തമ്പുരാനെ. ആ ദുആ സ്വീകരിച്ചു, അള്ളാഹു സഹായിച്ചു. അതുകൊണ്ട് വലഖദ് നസറക്കുമുല്ലാഹു ബി ബദർ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. ഇറാനിലൊക്കെ ഷിയാക്കളല്ലേ എന്ന് പറഞ്ഞ ഈ സമയത്ത് പോലും വിഭാഗീയതയുടെയും ഛിദ്രതയുടെയും ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. ഇവിടെ നമ്മൾ സുന്നി മുജാഹിദോ ജമാഅത്തോ തബ്ലീഗോ അല്ലെങ്കിൽ വേറെ ഗ്രൂപ്പിസങ്ങളോ ഷിയ സുന്നി എന്നല്ല പറയേണ്ടത്. സാമ്രാജ്യത്വത്തിനെതിരെ പോരാടുന്ന ആൾക്കാരൊക്കെ നമ്മൾ അനുകൂലമായി സംസാരിക്കാൻ നമുക്ക് കഴിയണം. അമേരിക്കക്കെതിരെ, ജൂത പട്ടാളത്തിനെതിരെ, ജൂതർക്കെതിരെ, ക്രൈസ്തവർക്കെതിരെ, അവർക്കെതിരെ പോരാടുന്ന ആൾക്കാർ ഏതാണെങ്കിലും അവരെ നമ്മൾ ആ നിലക്ക് മാത്രം കാണുക. ആ സമയത്തോ ഷിയയാണ്, സുന്നിയാണ്, മുജാഹിദാണ് ചിന്തിക്കാൻ പാടില്ല. ഈ സമയത്ത് പോലും ഇറാന്റെ പ്രസിഡന്റ് കൊല്ലപ്പെടുമ്പോൾ അതിനെ ആനന്ദിക്കുന്ന, സമാധാനിക്കുന്നതിനെ അനുശോചിക്കേണ്ടതിന് പകരം നരേന്ദ്രമോദി പോലും അപലപിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നതിനെ ആനന്ദിക്കുന്ന മുസ്ലിമീങ്ങളുണ്ട്. കാരണം എന്താ, ഓൻ ഷിയ അല്ല എന്നാ. ഒന്നും ചിന്തിക്കാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അവിടെ നേരിട്ട് പോയ ആളാണ്. ഇറാഖിലെ കർബലയിലും മൂസൽക്കാദിന്റെ അടുത്തും അലിയാർത്തങ്ങളെ കൂഫയിലും ഒക്കെ പോയത് ഷിയാക്കൾ എനിക്കറിയാം. ഇസ്ലാം എന്ന് പുറത്തുപോയ ഷിയാക്കളുണ്ടത് വേറെ വിഷയം. നബിതങ്ങൾക്ക് കിട്ടേണ്ടത്, അലിയാർക്ക് കിട്ടേണ്ട റിസാലത്ത് റസൂലുള്ള അടിച്ചു മാറ്റിയതാണ് എന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പുറത്തുപോയ ഷിയാക്കളുണ്ട്. അതല്ല ഇന്ന് അവിടെ ഉള്ളത്. ശരിക്കും നബി ആവേണ്ട അലിയാർത്തങ്ങളാണ്, റസൂലല്ല എന്ന് പറഞ്ഞ ഷിയാക്കൾ, അത് വേറെ. അതുപോലെ തന്നെ ഖലീഫയാകേണ്ടത് അബൂബക്കർ തങ്ങളായിരുന്നില്ല, അലിയാർത്തങ്ങളായിരുന്നു, അത് സിദ്ദീഖ് തങ്ങൾ അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞ അങ്ങനത്തെ ബാച്ച് ഷിയാക്കളുണ്ട്. അതൊന്നും അവിടെ ഇല്ല. ഷിയാക്കൾ പല വിഭാഗമാണ്. അതുകൊണ്ട് ഇറാൻ എന്ന് കേൾക്കുമ്പോഴേക്ക് എല്ലാവരും ഇസ്ലാം എന്ന് പുറത്താക്കരുത്. മുസ്ലിമീങ്ങൾ തന്നെയാണ്, കൃത്യമായിട്ട് ബോധ്യം വേണം. എന്നാൽ പിഴച്ച വാദക്കാരൻ പല വാദങ്ങളും അവർക്ക് പിഴച്ചതുണ്ട്. സാമ്രാജ്യ ശക്തികൾക്കെതിരെയാകുമ്പോൾ അവരൊക്കെ കലിമയും ഷഹാദത്തുള്ള ആൾക്കാർ തന്നെയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പറയുന്ന ആൾക്കാരാണ്, വിശ്വസിക്കുന്ന ആൾക്കാരാണ്, വിദാഅത്തുകാരായിരിക്കാം. പക്ഷെ നമ്മൾ അവിടെയും ചേരിതിരിവ് കാണരുത്. ഇതാണ് അവരുടെ വിജയം തന്നെ, നമ്മളെ ഭിന്നിപ്പിച്ചുകൊണ്ട് നമ്മളത് നശിപ്പിക്കുക. അതല്ലേ ഉണ്ടായത്. ഈ അടുത്ത് എപ്പോഴും നമുക്കുള്ള സങ്കടം എന്താ, പടച്ചോനെ ഒക്കെ മുസ്ലിം രാജ്യങ്ങളിലാണ് ഈ ബുദ്ധിമുട്ട്. ബഹ്റൈന്, കുവൈത്ത്, ഇറാഖ്, ഇറാൻ ഒക്കെ പ്രശ്നമാണ്. നേരെ മറിച്ച് ജപ്പാന്, ചൈന, അമേരിക്ക, അതുപോലെ ഇംഗ്ലണ്ട്, സ്വിറ്റ്സർലൻഡ്, അതുപോലെ തന്നെ ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, അവിടെയൊക്കെ സുഖമാണ്, ഒരു കുഴപ്പമില്ലല്ലോ. നമ്മൾ പഠിക്കാത്തതുകൊണ്ടാണ്. അത് ഇസ്ലാമിന്റെ ചരിത്രം അങ്ങനെയാണ്. ഇങ്ങനെയാണ് ഇസ്ലാം വളർന്നത്, അങ്ങനെ ഇസ്ലാം ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ഈമാൻ ഒരിക്കലും നശിക്കരുത്. പരീക്ഷകളും വിഷമങ്ങളും എത്ര വലിയ അമ്പിയാക്കന്മാർ കൊല്ലപ്പെട്ടില്ല. ഒരു കാഹനായിന്റെ അവിടെ നിൽക്കട്ടെ. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി ഇസ്ലാമിനെ ഈർച്ചവാൾ കൊണ്ടുവന്ന് 2 കഷ്ണമായി കീർന്നു കൊന്നു. എന്റെ സഹായം കിട്ടണ്ടേ? നബിയല്ലേ. പക്ഷെ അങ്ങനല്ല, അദ്ദേഹത്തെ 2 കഷ്ണാക്കിയിട്ട്, ഈർച്ചവാൾ കൊണ്ട് 2 കഷ്ണാക്കിയിട്ട് പ്രവർത്തിക്കുന്നു. ഇത് ഖുർആൻ അള്ളാഹ് പറയുന്നുണ്ട്, വലൗഖുൽ താഹ്, നിങ്ങൾ ഈർച്ചവാൾ കൊണ്ട് ഈർന്ന് കഷ്ണാക്കുമ്പോൾ നിങ്ങൾ നുളോച്ചിട്ട് ഓഹ് എന്ന് പറയുകയാണെങ്കിൽ അമ്പിയാക്കന്മാർ ലിസ്റ്റ് ഒന്നുമില്ല, മഹഉ തസ്മക്ക്,
നിങ്ങളുടെ പേര് ഞാൻ പൊട്ടും. മനം നൊന്നുകൊണ്ട് നിരാശ പാടില്ല, അപ്പയും സന്തോഷത്തോടെ സ്വീകരിക്കാൻ തയ്യാറാണ്. യഹ്യാ നബിനെ കൊന്നതല്ലേ, കഷ്ണാക്കിയിട്ട് കൊന്നു. നമ്മളെ മുത്തുനബിതങ്ങളോ വിഷം കൊടുത്ത് കൊന്നതല്ലേ ജൂതപ്പെണ്ണ്. ആ വിഷം കാരണല്ലേ റസൂലൊക്കെ പനി വന്നത്. സുദ്ദീഖ് തങ്ങൾ മാരകമായ രോഗം വന്നിട്ടാണ് മരിച്ചത്. ഉമർ തങ്ങൾ കൊല്ലപ്പെട്ടതല്ലേ, ഉസ്മാൻ തങ്ങൾ കൊല്ലപ്പെട്ടതല്ലേ. ആരാ ഉസ്മാൻ തങ്ങളെ കൊന്നത്? മുസ്ലിമീങ്ങൾ. അലിയാർ തങ്ങൾ കൊല്ലപ്പെട്ടതല്ലേ. ഇസ്ലാമിന്റെ ഭരണാധികാരികളൊക്കെ തന്നെ നബിതങ്ങളെ പേരക്കുട്ടികളെ ഹുസൈൻ തങ്ങൾ കൊല്ലപ്പെട്ടതല്ല. ആരാ കൊന്നത്? മുസ്ലിമീങ്ങൾ. അഭ്യന്തര കലാപം. ഹസൻ തങ്ങളെ കൊന്നതാരാ? നബിതങ്ങളെ പേരക്കുട്ടി ഹസൻ തങ്ങളെ കൊന്നതാ. സ്വന്തം ഭാര്യ വിഷം കൊടുത്തു കൊന്നു. ഇസ്ലാമിക ചരിത്രമാണ്. ഇനി 4 ഖലീഫമാർ എടുത്തു നോക്കി നിങ്ങൾ. ആദ്യത്തെ 4 ഇമാമിങ്ങൾ എടുത്തു നോക്കി. 4 മദ്ഹബിന് ഇമാം. അബൂ ഹനീഫ ഇമാം വിഷം കൊടുത്തിട്ട് ജയിലിൽ നിന്നാണ് മരണപ്പെടുന്നത്. ലോകത്തെ ഏറ്റവും മദ്ഹബിന്റെ ആൾക്കാർ കേരളത്തിലെ ഷാഫി മദ്ഹബുകാരുള്ളൂ. കേരളത്തിന്റെ പുറത്ത് ഇന്ത്യയിലുള്ളൊക്കെ ഹനഫി മദ്ഹബുകാരാ. ആ ഇമാം അബൂ ഹനീഫ ഇന്നും നമുക്കറിയാം, ബഗ്ദാദിൽ ചെന്നാൽ മനോഹരമായ വലിയ ദർഗയും വിശാലമായ പള്ളിയുമാണ് അബൂ ഹനീഫ ഇമാം. രാജകീയ പ്രൗഢിയോടുകൂടെ അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചു, ചാട്ടവാറ് കൊണ്ട് അടിച്ചു, അവസാനം രക്തം പാറ്റി, അദ്ദേഹത്തെ ജയിലിലടച്ചു. രാഷ്ട്രീയക്കാർ എല്ലാ കാലത്തും പണ്ഡിതന്മാർക്ക് രാഷ്ട്രീയക്കാരുടെ ആട്ടും തൂപ്പും ഏൽക്കേണ്ടി വരും. ഇന്നത്തെ കാലത്തൊക്കെ ഉള്ളത് തന്നെയാണ്. രാഷ്ട്രീയക്കാരെ ഭരണമനുസരിച്ച് അല്ലെങ്കിൽ രാഷ്ട്രജ്ഞന്മാർ തന്ത്രജ്ഞന്മാർ ഭരണമനുസരിച്ച് ഭരണകൂടത്തനുസരിച്ച് തുള്ളിയില്ല. ബഹുമാനപ്പെട്ട അബൂ ഹനീഫാവിനെ ജയിലിലിട്ടു, അടിച്ചു, ചാട്ടവാറ് കൊണ്ട് അടിച്ചു, വിഷം കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, റബ്ബേ എൻ്റെ ഉള്ളിലേക്ക് വിശത്തീറ്റുണ്ട് പടച്ചോനെ, ഇപ്പൊ തന്നെ മരിപ്പിക്കണം, ഇമാനോടെ സുജൂദിൽ കടത്തി എന്നെ മരിപ്പിക്കണം. ജയിലിൽ കടന്ന് സുജൂദിലാ മരിച്ചത് അബൂ ഹനീഫ ഇമാം. ഈ ഷാഫി ഇമാമോ ബഗ്ദാദിലേക്ക് കൊണ്ടുവന്നു ചാട്ടവാറ് കൊണ്ട് അടിച്ചു, ക്രൂരമായി മർദ്ദിച്ചു ഷാഫി ഇമാമിനെ, എടങ്ങേറാക്കി ഷാഫി ഇമാമിനെ. എത്ര ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. അഹ്മദ് ബിൻ ഹംബലോ മദ്ഹബിന്റെ ഇമാമാണ്, ഹംബലി മദ്ഹബിന്റെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സലാം വീട്ടാൻ പോലും തയ്യാറാകാതെ അഭ്യന്തര കലാപ രൂക്ഷമായി മുസ്ലിം ഭരണാധികാരികളുടെ പട്ടാളക്കാർ വന്ന് സലാം വീട്ടിന് മുമ്പ് നിസ്കാരത്ത് വലിച്ചയച്ചു കൊണ്ടുപോയി ക്രൂരമായി ചാട്ടവാറ് കൊണ്ടടിച്ചു. ഇമാം മാലിക് തങ്ങളോ 40 കൊല്ലം മദീനത്ത് ദർസ് നടത്തിയ, ചെരുപ്പിടാതെ മദീനയിലൂടെ നടന്ന മാലിക് ഇമാം റളിയല്ലാഹു അൻഹു അടിച്ചു, ചാട്ടവാറ് കൊണ്ട് അടിച്ചു, ക്രൂരമായി മർദ്ദിച്ചു, ജയിലിലിട്ട്, ജയിൽ മോചിപ്പിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ മക്കൾ പറഞ്ഞു, ഇത് ഞങ്ങളെ വാപ്പെല്ലാം കോലം മാറി, അടിച്ചിട്ട് കോലം മാറി. ആരാ മാലിക്കുന്നവർ? പക്ഷെ അവരടിച്ച ഭരണാധികാരികളെ ഇന്നും ലോകത്തിന് അറിയില്ല. പക്ഷെ അടിയേൽക്കപ്പെട്ട അബൂ ഹനീഫ ഇമാമും മാലിക് ഇമാമും അഹ്മദ് ഹംബലും ഷാഫി ഇമാമും രാജകീയ പ്രൗഢിയോടെ കോടീശ്വരന്മാരെ പോലെ വലിയ ദർഗയിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സിയാറത്തിന് ഇന്നും അവിടെയുണ്ട്. ആൾക്കാർ അവിടെ സന്ദർശിക്കുന്നു. അവരെ മർദ്ദിച്ച ഭരണാധികാരികളുടെ ലോകത്തിന് പേര് പോലും ഓർമ്മയില്ല. അതുകൊണ്ട് ഏത് കാംനായെ വധിച്ചവൻ ആരാണെങ്കിലും, അതുപോലെയുള്ളവരെ ക്രൂരമായി മർദ്ദിക്കുന്ന ഇസ്രായേലിന്റെയോ അമേരിക്കയുടെ ഏത് പട്ടാളക്കാരും ഏത് ഭരണാധികാരും എല്ലാവരും കാലത്തിന്റെ വിസ്മൃതിയുടെ മാറാപ്പിൽ വെച്ച് അവരെല്ലാം തന്നെ വിസ്മരിക്കപ്പെടുമ്പോഴും അവരെന്നും ലോകത്ത് അനുസ്മരിക്കപ്പെടുക തന്നെ ചെയ്യും. ഷഹീദാവുക എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ദ്വാരുന്നത്. സാലിം സുലൈമാൻ കാസിമിയുടെ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ കാംനായി ദുആ ചെയ്ത ദുആ ഇപ്പൊ എന്റെ മനസ്സിലുണ്ട്. ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ അവിടുത്തെ സൈനിക തലവനായ സുലൈമാൻ കാസിമിയെ ഇതുപോലെ അമേരിക്ക കൊന്ന് അദ്ദേഹത്തിന്റെ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ കാംനായി ദുആ ചെയ്തു, അല്ലാഹുമ്മ റസുഖ്നി സഅദ, പടച്ചോനെ ഈ മനുഷ്യന് കൊല്ലപ്പെട്ട പോലെ ഒരു മിസൈൽ ആക്രമണത്തിൽ എന്നെയും കൊല്ലണേ, എന്നെയും എനിക്ക് ഇതുപോലെ ഷഹീദാകണം ദുആ ചെയ്തത് എപ്പോഴും ആ വീഡിയോ യൂട്യൂബിലുണ്ട്. ആ ദുആയുടെ പ്രാർത്ഥനയുടെ സാക്ഷാത്കാരമായിരിക്കാം, അത് അവരുടെ ഈമാനായിരിക്കാം. അതുകൊണ്ട് നമ്മൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എവിടെയും പോസിറ്റീവായ വിഷയങ്ങൾ കാണുക. അള്ളാഹു മുസ്ലിമീങ്ങൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണം ഇതൊക്കെ പരിശുദ്ധമായ കഅബാലയം പോലും തകർക്കപ്പെടുമെന്ന ഹദീസിന്റെ പ്രവചനങ്ങളുണ്ട്. ചിന്തിച്ചു കഴിഞ്ഞാൽ വലിയ വിഷമം തന്നെയാണ്. നമ്മുടെ വരും തലമുറകൾ എന്തൊക്കെ കാണേണ്ടി വരും. നമ്മൾ ദുആ ചെയ്യാം, അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം. അല്ലാഹുവേ, പാവപ്പെട്ട ഫലസ്തീനികളെ പോലെ പാവപ്പെട്ട ഇറാനിയൻ മുസ്ലിമീങ്ങൾ, അതുപോലെ തന്നെ ഞങ്ങളെ ദുബായ്, UAE, കുവൈറ്റ്, ഒമാൻ, ഖത്തർ പോലെയുള്ള സൗദി അടക്കമുള്ള ഞങ്ങൾക്ക് അന്നവും നിങ്ങൾക്കെല്ലാം നൽകുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ അവിടെ കഷ്ടപ്പെടാൻ ഒരു പ്രയാസം ബുദ്ധിമുട്ടും കൂടാതെ രക്ഷ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, വളരെ പെട്ടെന്ന് സമാധാനം കൊടുക്കണേ റഹ്മാനെ. എല്ലാ വിഷമങ്ങളും പ്രയാസവും തീർത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ ദില്ല ശിർക വൽ മുശ്രികീൻ, അല്ലാഹുമ്മ ദില്ല യഹൂദ വൻ നസാറ, اللهم ذل الإسرائيليين يا رب العالمين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم احفظ بلادنا من الآفات والسوء والشر يا رب العالمين. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, നമ്മളൊക്കെ ദുആ ചെയ്യണം. എല്ലാ നിസ്കാരത്തിനും ശേഷം നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതാവട്ടെ ബദർ നമുക്ക് നൽകുന്ന പാഠം ഇതാണ്. അതോടൊപ്പം ബദരീങ്ങളെ അനുസ്മരിക്കുക. നാളെയാണ് ബദർ ദിനം. ബദരീങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കുക. ഇൻഷാ അല്ലാഹ് ബദറിനെ പറ്റിയുള്ള പഠനങ്ങളും ക്ലാസ്സുകളൊക്കെ ഉണ്ടാവണം. യുവ തലമുറക്ക് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്താണ് ബദർ എന്നുള്ളത്. പഴയ കാലത്തൊക്കെ ബദർ കിസ്സപ്പാട്ടുകളും ആ ബദർ പാട്ടുകളൊക്കെ നമുക്ക് നൽകിയ ഊർജ്ജമുണ്ടായിരുന്നു. വില്യം ലോഗൻ മലബാർ മാനുവൽ എഴുതിയിട്ടുണ്ട്. വില്യം ലോഗന്റെ മലബാർ മാനുവൽ പറയുന്നുണ്ട്, കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക്, പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിമീങ്ങൾക്ക് ഭയങ്കര ഈമാനാണ്. മലബാർ സ്പെഷ്യൽ പോലീസ് MSP ഒന്ന് കർണാടകത്തിൽ പോകാൻ കാണൂല, കർണാടകത്തിൽ, തമിഴ്നാട്, ഇന്ത്യയിൽ എവിടെ പോയാലും കാണൂല. ഒന്ന് പാണ്ടിക്കാടുണ്ട്, ഒന്ന് മലപ്പുറത്തുണ്ട്, ഒന്ന് കോഴിച്ചനിയുണ്ട്, മലബാറിലുള്ളത്. ഇങ്ങനെ ഇന്ത്യയിൽ സിഖുകാരുള്ള പഞ്ചാബിലോ അല്ലെങ്കിൽ ഈ കശ്മീരിലോ എവിടെ ഇന്ത്യയിൽ കാണാവൂല. ബ്രിട്ടീഷുകാർ ഒരു സ്പെഷ്യൽ പോലീസ് ഉണ്ടാക്കിയത് മലപ്പുറം ജില്ലയിലാണ്.
MSP മലബാർ സ്പെഷ്യൽ പോലീസ്. കാരണം ഇവിടുത്തെ മാപ്പിളമാരെ അവർ അടിച്ച് പരാജയപ്പെടുത്താൻ അടിച്ചമർത്താൻ കഴിയൂല. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പിറകിലേക്ക് വെടിവെക്കുമ്പോൾ എന്റെ മുമ്പിലേക്ക് എന്റെ ഹൃദയം നെഞ്ചിലേക്ക് വെക്കൂ എന്ന് നിവർന്ന് തന്റെ നെഞ്ചിടം കാണിച്ചു കൊടുത്ത വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും ആലി മുസ്ലിയാരുടെയും ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദിയുടെയും ബഹുമാനപ്പെട്ട മമ്പറത്തങ്ങളുടെയും ധീരശൂര പരാക്രമികളായ ആത്മീയ ധൈര്യവും വീര്യവും ഉണ്ടായിരുന്ന മലപ്പുറത്തെ മുസ്ലിമീങ്ങൾ അവരെ പരാജയപ്പെടുത്താൻ സ്പെഷ്യൽ പോലീസ് സംവിധാനമാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത്. അതിന് കാരണം വില്യൻ ലോക മലബാർ മകൾ പറയുന്നുണ്ട്, ഇവർക്ക് പോലെ ഉഹുദിന്റെയും ബദർ യുദ്ധത്തിന്റെ കിസ്സപ്പാട്ട് പാടിയിട്ട് ഒരു യുദ്ധത്തിന് പോവാൻ ഊർജം കൊടുക്കും. അവരെ ഏറ്റവും വലിയ മോട്ടിവേഷൻ, അവരുടെ ഇൻസ്പിറേഷൻ, അവർക്ക് നൽകുന്ന ചാലക ശക്തി ബദറും ഉഹുദും ഒക്കെ ആയിരുന്നു. ഇന്ന് നമ്മുടെ മക്കൾക്ക് അത് അറിയില്ല. അള്ളാഹ് ചരിത്രത്തിലേക്ക് നമ്മൾ നമ്മുടെ മക്കളെ ശ്രദ്ധകളെയും ചിന്തകളെയും കൊണ്ടുപോകണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, എല്ലാ വർഷവും റമളാനിലെ 3-ാമത്തെ വെള്ളിയാഴ്ച ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ പൂർവ്വ വിദ്യാർത്ഥികളായ ഹാദിയ കേരളത്തിന്റെ പുറത്ത് നടത്തുന്ന മദ്രസകളുടെ ഒരു പിരിവാണ്. നമ്മളെ കുട്ടികൾക്ക് ഇപ്പം ഒന്ന് നിസ്കരിക്കാനും നോമ്പെടുക്കാനും തറാബി നിസ്കരിക്കാനും അറിയേണ്ടത് മദ്രസകളുണ്ടാകും. കേരളത്തിന്റെ പുറത്ത് ആന്ധ്രയിലും ബംഗാളിലും ആസാമിലും ബീഹാറിലും അതുപോലെയുള്ള മറ്റ് സ്റ്റേറ്റുകളൊന്നും മദ്രസ എന്ന സംഗതിയേ ഇല്ല. ഒന്നും അവർക്ക് അറിയില്ല. അള്ളാഹിനെ പറ്റി അറിയില്ല, റസൂലിനെ പറ്റി അറിയില്ല. നമ്മുടെ നാട്ടിൽ വന്ന ഇന്ത്യക്കാരറിയാലോ, ഒന്നും അറിയില്ല. അവിടെ മദ്രസകൾ ഉണ്ടാക്കി അൽഹംദുലില്ലാഹ് 2012 ആന്ധ്രയിൽ 26 ഗ്രാമങ്ങളിൽ ഞങ്ങൾ ആരംഭിച്ചത് ഇന്ന് 20 സംസ്ഥാനങ്ങളിലായി. അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടു കൂടെ 20 സംസ്ഥാനങ്ങളിലായി ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഏകദേശം 1,53,984 വിദ്യാർത്ഥികൾക്ക് മതപഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 1,53,984 20 സംസ്ഥാനങ്ങളിലായി അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇന്ന് 3,186 മദ്രസ ആന്ധ്രയിലും ബംഗാളിലും ആസാമിലും ബീഹാറിലും ഒക്കെയായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വലിയ സംഖ്യ, ഒരു വർഷം 7 കോടി ചെലവുണ്ട്. എല്ലാ റമളാനിലും 3-ാമത്തെ വെള്ളിയാഴ്ച നല്ല ആൾക്കാരെ മനസ്സുകൊണ്ട് അവർ നൽകുന്ന സംഭാവനയാണ് ഇതിന് വലുത്. അപ്പോൾ ജുമഅ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവിടുത്തെ അവസ്ഥ വളരെ പരാധീനതയാണ്. അവിടെ ചെന്ന് നോക്കിയാൽ അറിയാം, ഹിന്ദുക്കൾ പെരേല് ഹനുമാന്റെ ഫോട്ടോ വെച്ച് പൂജിക്കും, മുസ്ലിമീങ്ങൾ പെരേലെ കാബന്റെയും മദീനത്തിന്റെ ഫോട്ടോ കണ്ട് പൂജിക്കും. വേർക്കാവ് നിസ്കാരമൊന്നുമില്ല. അത് എല്ലായിടത്തും അവസ്ഥ അല്ല, പലയിടത്തും അവസ്ഥ അങ്ങനെയാണ്. ഒരു ആന്ധ്രയിൽ പോയപ്പോൾ ആന്ധ്രയിൽ കുറച്ച് ആൾക്കാർ പറയും, ഞങ്ങൾ കേരളം സന്ദർശിച്ചിട്ടുണ്ട്. എന്താ, ആന്ധ്രയെന്ന് ശബരി എക്സ്പ്രസ് ഉണ്ട്, ആന്ധ്രയെന്ന് ശബരിമലയ്ക്ക് തീർത്ഥാടനത്തിൽ വരിക ആയിരക്കണക്കിന് മുസ്ലിമീങ്ങൾ. ഇതാ അവിടുത്തെ അവസ്ഥ. ആന്ധ്രയുടെ മദനപ്പള്ളിക്കടുത്തൊരു ഗ്രാമം മൊത്തം ക്രിസ്ത്യാനികളായി മാറി. 1000 ആൾക്കാർ. ദീൻ പറഞ്ഞ ആളുകളില്ല. കാരണം ഇവിടുത്തെ മൂല്യന്മാർക്കും പണ്ഡിതന്മാർക്കും ഹിന്ദിയും ഉറുദും അത്ര വശം ഉണ്ടാവില്ല. അതായിരിക്കാം അവിടെ അത്രയും ദയനീയമാണ്. വളരെ വളരെ പരിതാപകരം. ബീഹാറിലെ ഷൗട്ടാല എന്ന സ്ഥലമുണ്ട്. അവിടെ പോയപ്പോൾ ഒരു ഗ്രാമത്തിലെ മുഴുവൻ ആൾക്കാർക്കും വേണ്ടി യാചിക്കുക, എല്ലാവരും വേണ്ടി യാചിക്കുക, വെറും യാചന. അപ്പുറത്ത് ടൗണിൽ പോയി യാചിക്കുക, ആ പൈസ ബാങ്കിലിടുക. എന്നിട്ട് ബാങ്കിന്റെ മുമ്പിൽ വലിയ ബോർഡുണ്ട്, ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്, ബർക്കത്തുണ്ടാകും. യാതൊരു ദീനിയായിട്ടൊന്നും അറിവില്ലാത്ത ആൾക്കാർ അവിടെ മദ്രസകൾ ഉണ്ടാക്കാന്ന് ആദ്യം ചെന്നപ്പോൾ ഞങ്ങൾ ഭീകരന്മാരെ ചിന്തിച്ചു, നിങ്ങൾ എന്തിനാ വന്നത്? നൂൽക്ക് നീ പഠിപ്പിച്ചെടുക്കാൻ ചെന്നതാ. ഞാൻ ബീഹാറിൽ കിഷൻഗഞ്ചിനടുത്ത് വളരെ പൊട്ടിപ്പൊളിഞ്ഞെടുക്കുന്ന ഒരു പള്ളി കണ്ടപ്പോൾ അത് വീഡിയോ എടുത്തു. എന്നിട്ട് നമ്മളെ കേരളത്തിൽ നമ്മളെ പരിചയ ആൾക്കാരെ കൊണ്ട് ഒരു 2-3 ലക്ഷം ഉണ്ടെങ്കിൽ പള്ളിയാക്കി കൊടുക്കും. വെറും ഈ വൈക്കോലുകളെ കൊണ്ട് മറച്ച പള്ളിയാണ്. മൂത്രം മണത്തിട്ട് വയ്യ, മൂത്രപ്പുരല്ല, വളരെ മോശപ്പെട്ട ഒരു ആട്ടുംകൂടും പോലും അങ്ങനെ ഉണ്ടാവില്ല. സംഭവം പള്ളിയാണ്. ആ പള്ളിന്റെ വീഡിയോ ആൾക്കാർ നിസ്കരിക്കാൻ എടുത്തപ്പോൾ എൻ്റെ മൊബൈൽ തട്ടിപ്പറിച്ചു, എന്നെ ആക്രമിച്ചിട്ട് പറഞ്ഞു, അപ്പം എന്താ വെച്ചാൽ ഫോട്ടോ എടുക്കൽ ഹറാമാണ്. അതാണ് അവർ ഈമാൻ, ഫോട്ടോ എടുക്കൽ ഹറാമാണ്. അവർക്കൊരു പള്ളി ഉണ്ടാക്കി കൊടുക്കടച്ചിട്ടാണ് ചെയ്തത്. കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. അൽഹംദുലില്ലാഹ് ആൾക്കാർ സഹായിച്ചു, മനോഹരമായ പള്ളി ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു. അപ്പോൾ എല്ലാവരും ജുമഅ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ റമളാൻ നമ്മോട് വിട പറയാണ്. നമ്മളൊരു കുട്ടിക്ക് 500 റുപ്യാണ് ഒരു വർഷത്തെ പഠിപ്പിക്കാനുള്ള ചെലവ്. നമ്മളെ കൊണ്ട് കുട്ടി പഠിച്ചാൽ ആ ഹൈർ നമുക്ക് ആഖിറത്തിൽ ഉണ്ടാവില്ലേ? ഒരു മദ്രസ 20,000 റുപ്യ കഴിഞ്ഞ വർഷപ്പെട്ട പരവ് ഏറ്റെടുത്തിരുന്നു. ഒരു 20,000 റുപ്യ ഒരു മദ്രസ ഏറ്റെടുക്കാം. നമ്മളെ കൊണ്ടൊരു മദ്രസ എടുത്താൽ അല്ല 20,000 റുപ്യല്ലേ ഉള്ളൂ. ഒരു ഗ്രാമം മൊത്തം ഏറ്റെടുക്കാനോ വില്ലേജിന് 50,000 റുപ്യാണ്. ചുരുങ്ങിയതൊരു കുട്ടി എന്നെ കൊണ്ട് പഠിക്കട്ടെ, 500 റുപ്യ. എവിടെ നമ്മളെ കുട്ടികൾക്ക് ദീൻ പഠിക്കണം എന്തുകൊണ്ടാ? ഈ മദ്രസയിലുണ്ട്. അവിടെ മദ്രസകളില്ല. അപ്പോൾ അവർക്ക് മദ്രസ പഠിപ്പിച്ച് ഇന്ന് 3000 മദ്രസ ഉണ്ടാക്കി അതിനൊക്കെയുള്ള പിരിവാണ്. അതുകൊണ്ട് ജുമഅ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആരും ഇന്ന് വിട്ടു നിൽക്കരുത്. മനസ്സറിഞ്ഞിട്ട് 500-1000 ഒക്കെ കൊടുക്കുക. ഇനി ഈ കീശയിൽ കാശില്ലെങ്കിൽ ഗൂഗിൾ പേ വയ്ക്കോ മറ്റൊക്കെ സഹകരിക്കണം. പ്രത്യേകം ഉണർത്തണം. എല്ലാവരും ഒന്ന് സഹകരിക്കണം. ആരും വിട്ടു നിൽക്കരുത്. കഴിഞ്ഞ് പറഞ്ഞത് കാരണം ഈ സഹായം കൊണ്ടാണ് അവിടെ മദ്രസകൾ ഉണ്ടാക്കുന്നതും അവിടുത്തെ ദീനിയായ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ആസാമിലും ബംഗാളും ഒക്കെ ക്യാമ്പസുകളുണ്ട്. ദാറുൽ ഹുദക്ക് ഒരു മാസം